ഉച്ചക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കി, മുട്ടയും ബ്രെഡും പഞ്ചസാരയെല്ലാം ചേർത്തിട്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ റെസിപ്പി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഞാനിന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമുക്ക് ഒരു നല്ല സ്നാക്ക് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്നത്. മുട്ടയും പഞ്ചസാരയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈസിയാണ്. ആരെങ്കിലും നമുക്ക് ഗസ്റ്റ് വന്നാലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക്. ഞങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാനിൽ ഗീ ചേർത്തിട്ട് ചൂടായാൽ നമുക്കിത് ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. വെറും മുട്ടയല്ലേ, മൈദ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ഗീയിൽ. ചായ കഴിഞ്ഞപ്പോൾ എൻ്റെ കിച്ചൻ്റെ കോലൊന്നിത്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. കിച്ചണെല്ലാം ഏകദേശം ക്ലീനായി, അൽഹംദുലില്ലാ. പാത്രത്തിൽ കഴുകിക്കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ സാധനം എടുക്കാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് ഒരു തക്കാളി കേടായിട്ട്. ഈ ബോക്സ് ഇങ്ങനെ കേടായിട്ട് ഒരു തക്കാളി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലിൽ പഴം എന്തോ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. അതുകൊണ്ട് എന്തായി, എൻ്റെ ഫ്രിഡ്ജ് വേഗം ക്ലീൻ ചെയ്ത് തക്കാളിയെല്ലാം ഒന്നും കൂടി കഴുകി ഒന്ന് തോർത്തി എല്ലാം ഇട്ട് വെച്ച് ഇനി ബിരിയാണി വെക്കാൻ തുടങ്ങണം. ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നുണ്ട്.
ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം, ഒന്ന് വഴറ്റാൻ. പിന്നെ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. സവാള ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി ഫ്രൈ ആയിട്ടുണ്ട്. സവാളയിൽ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ പൊടിച്ചിട്ടോ ഇടാം, ക്രഷ് ചെയ്തിട്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട്, പിന്നെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കുക. ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്ച്ചോറ് ആക്കാം. നെയ്ച്ചോറാക്കുന്നതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നെയ്ച്ചോറ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളവും ഞാൻ യൂസ് ചെയ്യൽ. അരിൻ്റെ വേവ് അനുസരിച്ചിട്ട് വെള്ളം കൂടിയും കുറഞ്ഞെല്ലാം ഇരിക്കും. നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആകുന്നുണ്ട്. ബിരിയാണീൻ്റെ മസാല ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ നല്ല ജീരകം എന്ന് പറയും നമ്മൾ. ഞാൻ പകുതി ചോറെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ദമ്മിലിടുന്നു. പിന്നെ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയെല്ലാം ഇടാം. പിന്നെ വീണ്ടും ചോറിട്ട് ഇതുപോലെ ചെയ്യാം. നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നല്ല കട്ടൻ ചായയും ബിരിയാണിയും. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.